നോറയുടെ ഗെയിം പ്ലാൻ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. പവർ ടീം പണിഷ്മെന്റ് കുറച്ചധികം ഓവറായിട്ടുണ്ട്. നന്ദനയാണെങ്കിലോ ഗെയിം ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ജിൻഡോ തുറന്നു പറഞ്ഞു തൻ്റെ ടീമിലുള്ളവരെ വിശ്വാസമില്ലെന്ന്. രതീഷ് കുമാർ വീട്ടിലെത്തിയത് ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനാണോ അതോ ഗെയിം കളിക്കാനാണോ? ബിഗ് ബോസ് വീട്ടിലെ 51-ാം ദിവസത്തെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യം തന്നെ നോറയുടെ കാര്യം. മോർണിംഗ് ആക്ടിവിറ്റി കാരണം നോറയുടെ ഗെയിം പ്ലാൻ മുഴുവൻ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഇത്രയും കാലം നോറ ഫോളോ ചെയ്തിരുന്ന ഗെയിം പ്ലാൻ ഇനി നടക്കില്ല. സിജോ പപ്പടം പൊട്ടിക്കുന്നത് പോലെയാണ് കരച്ചിൽ ഗെയിം പൊളിച്ചടുക്കിയത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ് നെയിം നൽകലാണ് ടാസ്ക്. പെറ്റ് നെയിം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പേരിടാം, അതുപോലെ അതിൻ്റെ റീസൺ പറയാം. അങ്ങനെയാണ് സിജോ നോറയ്ക്ക് പേരിടുന്നത്. പേര് കരച്ചിൽ റാണി. പേര് പറഞ്ഞുകൊണ്ട് സിജോ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കരഞ്ഞ് സംസാരിക്കുമ്പോൾ പ്രേക്ഷകരിൽ എത്തുമെന്ന് നോറയ്ക്ക് അറിയാമെന്നും ആ രീതിയാണ് ഫോളോ ചെയ്യുന്നതെന്നും ശരണ്യ ഋഷി വഴക്കിനിടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയത് നോറയാണെന്നൊക്കെ. സംഭവം വേറെ ഒന്നല്ല, ഒരു മൊബൈൽ ചാർജിങ് ടാസ്കിനിടെ ഋഷി ശരണ്യയും തമ്മിൽ ഒരു ഗംഭീര അടി നടന്നിരുന്നു. നോറ ഒരു വാക്ക് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതുപോലെ റോക്കി സിജോ പ്രശ്നത്തിനും കാരണം നോറയാണെന്ന് പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഇടയിലൂടെ നോറ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് സിജോ ഉദ്ദേശിച്ചത്. സിജോ ഇത് പറഞ്ഞപ്പോഴാണ് വീടിനുള്ളിലെ ബാക്കിയുള്ളവർ പോലും ഇക്കാര്യം അറിയുന്നത് തന്നെ. നോറയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നത്തിന് പിന്നാലെ ശ്രീരേഖയ്ക്കാണ് പേരിടുന്നത്, അതും ഓന്തെന്ന്. ശ്രീരേഖ ഓന്ത് നിറം മാറുന്നത് പോലെയാണ് സ്വഭാവം എന്നൊക്കെ. തിരിച്ച് ശ്രീരേഖയും അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്നുണ്ട്. മൊയന്ത് നോറ. ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയാണ് നോറ വീട്ടിൽ നിൽക്കുന്നത് എന്ന്. സംഭവത്തിന് പിന്നാലെ അഭിഷേക് മാത്രമാണ് നോറയെ വീട്ടിലാകെ സപ്പോർട്ട് ചെയ്യുന്നത്. പ്രൊവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നോറ പ്രതികരിക്കേണ്ട എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട്. നോറയാണെങ്കിലോ അക്കാര്യം സമ്മതിക്കുന്നുണ്ട്. സിജോ പറഞ്ഞത് സത്യമായതുകൊണ്ടാണ് നോറ ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ തനിക്കെതിരെ എന്ത് വന്നാലും റിയാക്ട് ചെയ്യുന്ന ആളാണ് നോറ. ആ നിലയ്ക്ക് പ്രതികരിക്കേണ്ട സമയം കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ നോറയുടെ ഗെയിം പ്ലാൻ ഏറെക്കുറെ സിജോ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്. കരഞ്ഞുകൊണ്ട് സ്ക്രീൻ സ്പേസ് നേടിയെടുക്കുക. അക്കാര്യത്തിൽ നോറ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. എന്തായാലും ഒരു ടാസ്ക് കാരണം നോറയുടെ ഗെയിം പ്ലാൻ മുഴുവൻ പൊളിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന് ടാസ്ക്കാണ് അതിഥി ദേവോ ഭവ. പവർ ടീം ഉൾപ്പെടെയുള്ള 4 ടീമിന് ഓരോ അതിഥികളെ നൽകും. ഈ അതിഥിയെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക, അതായത് പ്രൊട്ടക്ട് ചെയ്യുക. പവർ ടീമിന് റോളക്സ്, ടണലിന് എലി, ഡെന്നിന് ജാനു, നെസ്റ്റിന് ഇക്രു, ഇങ്ങനെയൊക്കെയാണ് അതിഥികളുടെ പേരുകൾ. ഒരു മനുഷ്യരൂപമുള്ള ബൊമ്മയാണ് സംഭവം. അതിന് പുറകിലെ ഒരു ബലൂൺ ഉണ്ടായിരിക്കും. ഈ ബലൂണ് പൊട്ടാതെ ഓരോ ടീമും സൂക്ഷിക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ ആ അതിഥി മരിച്ചു എന്നാണ് അർത്ഥം. ഒപ്പം ആ ടീം ഔട്ടാകുകയും ചെയ്യും. ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് എല്ലാ ടീമും അതിഥിയെ സംരക്ഷിക്കുന്നതിനായി ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. മറ്റു ടീമായി ടൈപ്പ് ആയെന്നൊക്കെ ഇരുവരും പറയുന്നുണ്ട്. ആദ്യം തന്നെ ജാസ്മിൻ്റെ ഡെൻ ടീമാണ് ഔട്ടാവുന്നത്. നന്ദന ഏത് വിധേനയും അത് പൊട്ടിക്കണം എന്ന രീതിയിലാണ് ഡെൻ ടീമിനെ അറ്റാക്ക് ചെയ്തത്. അതിനിടയിൽ അപ്സര വന്ന് അത് പൊട്ടിക്കുകയും ചെയ്തു. ജിൻഡോ ശരിക്കും ഗെയിം കളിക്കാത്തത് കൊണ്ടാണ് ടീം തോറ്റതെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അത് ശരിയാണ്, കാരണം ജിൻഡോ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. രതീഷിനോട് തൻ്റെ ടീമിലെ 3 പെണ്ണുങ്ങളാണെന്നും അവരെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്നും താൻ എത്ര കളിച്ചാലും തോൽക്കുമെന്നൊക്കെ ജിൻഡോ രതീഷിനോട് പറയുന്നുണ്ട്. എന്ന് കരുതി ഗെയിം കളിക്കാതിരുന്നിട്ട് കാര്യമില്ല. അതുമാത്രമല്ല, ശ്രീതുവും ജാസ്മിനും മാനസികമായി നെക്സ്റ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർ തന്നെ മനഃപൂർവ്വം ബലൂൺ പൊട്ടിച്ചതാണെന്നും ജിൻഡോ പറയുന്നുണ്ട്. ശ്രീതു അർജുൻ്റെ ആളാണ്, ജാസ്മിൻ ഗബ്രിയുടെ ആളാണ് എന്നൊക്കെ. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല. എന്നിരുന്നാലും ജിൻഡോയ്ക്ക് ഗെയിമായ സ്ഥിതിക്ക് നന്ദന അറ്റാക്ക് ചെയ്യാൻ വരുന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പുഷ്പം പോലെ ആ അതിഥിനെ രക്ഷിക്കാമായിരുന്നു. സെക്കൻഡ് റൗണ്ടിലെ നെക്സ്റ്റ് ഔട്ടായി. തേർഡ് റൗണ്ടിൽ അതുപോലെ പവർ ടീം. ലാസ്റ്റ് ജയിക്കുന്നത് ടണൽ ടീമാണ്. അതിനിടയിൽ നെസ്റ്റിനെതിരെ രതീഷ് കുമാർ ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നുണ്ട്. ഈ നെസ്റ്റ് സ്മോക്കിംഗ് ഏരിയയിലാണ് ഈ ഒരു ബൊമ്മ, അതായത് അതിഥിനെ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ഏരിയയിൽ ഒളിപ്പിച്ചു വെച്ചത് ശരിയായില്ലെന്നാണ് രതീഷ് കുമാർ നെക്സ്റ്റ് ടീമിനോട് പറയുന്നത്. അത് നമുക്ക് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ഈ ഒരു അതിഥിനെ എവിടെയും ഒളിപ്പിച്ചു വെക്കരുതെന്ന്. മറ്റുള്ളവരുടെ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ടാസ്ക് കഴിഞ്ഞു. ടാസ്കിൽ സ്കോർ ചെയ്തത് നന്ദനയാണ്. ഇനി ഇതിനിടയിലെ പവർ ടീം മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ടാസ്ക് നടക്കുന്നതിനിടയിൽ പവർ ടീമിന് ചായ കുടിച്ചേ പറ്റൂ. അങ്ങനെ ശ്രീതു ചായ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജാസ്മിൻ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പവർ ടീം കഴിക്കുന്നില്ല, വേണ്ട എന്ന് പറയുന്നു. ഇത് കേട്ടതും ജാസ്മിന് കൺട്രോൾ പോയി. പവർ ടീമുമായി ഒരു ഗംഭീര വഴക്കാണ് ശേഷം നടന്നത്. ഓൾറെഡി ടാസ്കിൽ ഔട്ടായതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് ജാസ്മിൻ നിന്നിരുന്നത്. അതിൻ്റെ ഇടയിലൂടെ പവർ ടീം ഇതുപോലൊരു പണിയും കൂടിയും കാണിച്ചപ്പോൾ ജാസ്മിന് കൺട്രോൾ പോയി. ശ്രീതു ആണെങ്കിലും പവർ ടീമിന് ഇതിൻ്റെ പേരിൽ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കിയ ഓംലേറ്റ് ശ്രീതു കഴിക്കുകയും നെക്സ്റ്റ് ടീമിനെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തു. പവർ ടീമിനാണെങ്കിലോ ഇത് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയി തോന്നി. അങ്ങനെ ശ്രീതുവിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്.
പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ലൈറ്റ് ഓഫ് ആക്കുന്നത് വരെ പവർ റൂമിന് മുൻപിൽ നിന്ന് പവർ ടീമിലെ ആര് കണ്ടാലും, അതായത് പവർ റൂമിൽ നിന്ന് ആര് പുറത്തു വരുന്നത് കണ്ടാലും സല്യൂട്ട് ചെയ്യണം. ഇത് കേട്ട് ജാസ്മിൻ അതുപോലെ അപ്സര ഭൂരിഭാഗവും ഈ പണിഷ്മെന്റിനെ എതിർക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് പണിഷ്മെന്റ് പവർ ടീം മാറ്റി പിടിക്കുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം പവർ ടീമിനെ സല്യൂട്ട് ചെയ്താൽ മതി എന്നാക്കി പണിഷ്മെന്റ്. ശരണ്യക്കാണ് സത്യത്തിൽ ശ്രീധുവിന്റെ പ്രവൃത്തിയും സംസാരമൊക്കെ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയി തോന്നിയത്. അപ്സരയോടും പവർ ടീമിനോടും അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ശരണ്യയുടെ നിർബന്ധമായിരുന്നു ഈ പണിഷ്മെന്റ്, പക്ഷെ അത് ഇത്തിരി കൂടിപ്പോയെന്ന് മാത്രം. ഇനി ഈ രതീഷ് കുമാർ ജിൻഡോയുമായി ഗെയിം കളിക്കാനാണോ അതോ ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനാണോ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? പോക്ക് കണ്ടിട്ട് സപ്പോർട്ട് കൊടുക്കാനാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ജിൻഡോ എല്ലാ കാര്യങ്ങളും രതീഷിനോടാണ് സംസാരിക്കുന്നത്. രതീഷ് ആണെങ്കിലോ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസത്തിനിടയിൽ പ്രത്യേകിച്ച് ഒരു പ്രൊവോക്കിങ് രതീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ജിൻഡോയ്ക്ക് കൂട്ടായിട്ടാണ് ആള് വീടിനുള്ളിൽ നിൽക്കുന്നത് തന്നെ. എന്തുദ്ദേശത്തിലാണ് ബിഗ് ബോസ് രതീഷ് കുമാറിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതെന്നാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഇനി ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഗബ്രി ഇല്ലാത്ത പ്രേതത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എപ്പിസോഡ് എന്റർടൈനിങ് ആക്കാനാണെന്ന് തോന്നുന്നു ഗബ്രി ഋഷിനെയും ജാസ്മിനെയും നന്ദനേനെയൊക്കെ ബാത്റൂമിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. ഋഷി ആണെങ്കിലോ ഇത് ശരിക്കും ഉള്ളതാണെന്ന് വിശ്വസിച്ചാണ് നടപ്പ്. അതുകൊണ്ടാണ് ബാത്റൂമിൽ പോയപ്പോൾ പേടിച്ച് അലറി വിളിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെയാണ്. എപ്പിസോഡിലെ ഹൈലൈറ്റ് നോറയുടെ ഗെയിം പ്ലാൻ എക്സ്പോസ്ഡ് ആയതാണ്. സിജോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നോറയാണെന്ന് തോന്നുന്നു. വ്യക്തമായി പഠിച്ചിട്ടാണ് സിജോ സംഗതി പൊളിച്ചടുക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നോറ ഇനി ഗെയിം പ്ലാൻ മാറ്റി പിടിക്കുമെന്നൊക്കെ കണ്ടറിയാം.